ഷുവർട്ടി ബോണ്ട് അഗൈൻ എ ന്യൂവർ ടൂൾ. ഇപ്പൊ നമ്മൾ ഈ അവസാനത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ് കുറച്ചും കൂടി കണ്ടംപററി റെലവൻസ് ഉള്ള ടോപ്പിക് കേട്ടോ. ഇപ്പൊ ഷുവർട്ടി ബോണ്ടിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. റീസെന്റ് ഡേയ്സിൽ ഒരുപാട് PPP പ്രൊജക്ടുകൾ റൺ ചെയ്യുന്നുണ്ട് അല്ലെ. എന്ത് PPP പ്രൊജക്ട് എന്ന് പറയുമ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഇപ്പൊ ജനറലി നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ഇൻഫ്രാസ്ട്രക്ചർ. എക്സാമ്പിൾ നിങ്ങൾ ഈ അദാനി പോർട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തോ. ഇവിടെ എന്താണ് കേരള ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയും സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി അദാനി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാണ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ പ്രൈവറ്റ് സെക്ടർ പബ്ലിക്കിന് വേണ്ടി ഇതേ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ രണ്ട് തരത്തിലാണ് പേയ്മെന്റ് വരിക. ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് ഫുൾ പേയ്മെന്റ് ഇനീഷ്യൽ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇനി ഒരു പാർഷ്യൽ പേയ്മെന്റ് കൊടുക്കും, ബാക്കിയുള്ളത് പല ടേംസ് ആയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്ത് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ ഇൻഫ്രാസ്ട്രക്ചർ റൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തോ. നിങ്ങളുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫ്ര ആരിലേക്ക് കൈമാറണം? ഗവൺമെന്റിലേക്ക് കൈമാറണം. അപ്പൊ പല മെക്കാനിസം നടക്കും. പോയിന്റ് എന്ന് പറയുന്നത് എന്താ? A private entity is creating an infrastructure on behalf of the government. അപ്പൊ ഇൻഫ്ര ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്തിനുള്ള സാധ്യത ഉണ്ട്? അവര് ക്രിയേറ്റ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറിന്റെ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ? മേ ബി അവര് ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയേ 5 വർഷമാണ്. ഇപ്പൊ ഒരു ഹൈവേ ഉണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് ഈ പ്രൈവറ്റ് കമ്പനിക്ക് അതിന്റെ ടോള് കളക്ട് ചെയ്ത് ലാഭത്തിലെത്തും. 5 വർഷം കഴിയുമ്പോൾ അത് ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുക്കും. 5 വർഷം കഴിഞ്ഞ പിറ്റത്തെ ദിവസം തൊട്ട് റോഡിന് കംപ്ലൈന്റ് വരാണെങ്കിൽ ആരായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരാ? ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ടോള് കളക്ട് ചെയ്യുന്ന അത്രയും കാലമാണ് ആ പ്രൈവറ്റ് സ്ഥാപനം മെയിൻ്റെനൻസ് ചെയ്യുള്ളൂ. ഗവൺമെന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും മെയിൻ്റെനൻസ് ചെയ്യുക? ഗവൺമെന്റ് ആവും. അപ്പൊ ഇവരെന്ത് ചെയ്യും? പല കമ്പനികളും ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെത്ര കാലമാണ് അത് മാനേജ് ചെയ്യുന്നത്, അത്രയും സമയത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ റൺ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാക്കും. ദാറ്റ് ഈസ് അവർ അഷ്വേർഡ് ക്വാളിറ്റിയിൽ ഇൻഫ്ര മെയിൻറ്റെയിൻ ചെയ്യില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റ് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് എന്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ പ്രൈവറ്റ് എൻറ്റിറ്റിയോട് പറയും, നിങ്ങളുടെ ഈ ഫണ്ടിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഒരു X% നിങ്ങൾ എവിടെ കീപ്പ് ചെയ്യണം? ബാങ്കിൽ കീപ്പ് ചെയ്യണം. യു ഹാവ് ടു കീപ് an X% ഇൻ ദി ബാങ്ക്. എന്തിനായിരിക്കും? ആ X% ഗവൺമെന്റ് തിരിച്ചെടുക്കും. എപ്പോ? when that particular quality of infrastructure is compromised. ക്ലിയർ ആണോ പോയിന്റ്? PPP എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും എന്താണ് പ്രശ്നം? ആ പ്രൈവറ്റ് സെക്ടർ കൃത്യമായ ക്വാളിറ്റിയിൽ, ആ ക്വാളിറ്റി ചിലപ്പോൾ നമുക്ക് ഇനീഷ്യലി ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു പാലം ഉണ്ടാക്കി 1-2 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ ബീം പൊളിഞ്ഞു വീഴുന്നത് അല്ലെ. അപ്പൊ ഒരു സ്പെസിഫൈഡ് ടൈമിന്റെ ഉള്ളിൽ എന്തേലും കാലാകാലം എന്നൊന്നും ഇല്ലാട്ടോ. ഒരു റോഡ് പണിത 50 വർഷം കേടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലല്ലോ. മറിച്ച് 2-3 വർഷത്തിൽ ഉണ്ടാക്കിയ റോഡ് കേടാവാന്ന് പറഞ്ഞാൽ there is some issue. ഇത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ ആ വെച്ച പൈസ ഗവൺമെന്റ് റിക്കവർ ചെയ്യും. സോ ഇറ്റ് ആക്ട് ആസ് എ കൈൻഡ് ഓഫ് ഇൻഷുറൻസ്. ഇവരെന്തേലും ഉടായ്പ പരിപാടി ചെയ്താൽ ഗവൺമെന്റിന് പൈസ റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പൊ ഇതിനൊരു പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പൊ ഈ പ്രൈവറ്റ് സെക്ടർ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട പേയ്മെന്റിൽ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ബാങ്കിൽ ഫ്രീസ് ആയിട്ടിരിക്കല്ലേ. ഈ ഫണ്ട് ബാങ്കിൽ നിന്ന് എപ്പോഴാണ് പ്രൈവറ്റ് സെക്ടറിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ഗവൺമെന്റ് പറയുന്ന ഒരു പ്രത്യേക ടൈം പീരീഡ് കഴിഞ്ഞാലാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രൈവറ്റ് സെക്ടറിന്റെ ഫണ്ട് ബാങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇയേഴ്സ് ഫ്രീസ് ആയിട്ടിരിക്കുക. ആക്ച്വലി അത് പ്രൈവറ്റ് സെക്ടറിന് കിട്ടേണ്ട കാശാണ്, പക്ഷെ കുറച്ചു കാലത്തേക്ക് അവർക്ക് അത് പുറത്തെടുക്കാൻ പറ്റില്ല. സോ ഇറ്റ് വിൽ അഫക്ട് ദെയർ ഫർദർ ഇൻവെസ്റ്റ്മെന്റ്. സിറ്റുവേഷൻ ഓക്കെ ആണോ? സോ ഇറ്റ് വിൽ അഫക്ട് ദെയർ ഫർദർ ഇൻവെസ്റ്റ്മെന്റ്. ഒരു 100 കോടിയുടെ പ്രൊജക്ട് ആണെങ്കിൽ മേ ബി ഗവൺമെന്റ് ഒരു 10 crores ബാങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റും പറയും. മേ ബി ഒരു 10 വർഷത്തേക്ക് എങ്ങാനും. 10 വർഷത്തോളം കാര്യമായിട്ട് ഇൻഫ്രാ പ്രശ്നം ഇല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്. അപ്പൊ കുറച്ച് പൈസ അവിടെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദി ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദാറ്റ് പ്രൈവറ്റ് സെക്ടർ. ഈ പ്രശ്നം പരിഹരിക്കാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയൊരു സ്കീമാണ് ഷുവർട്ടി ബോണ്ട്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോഴും ഞാൻ ഡിസ്കഷനിലേക്ക് വന്നിട്ടില്ല. ഈ ഒരു പ്രശ്നം ബാങ്കില് പ്രൈവറ്റ് സെക്ടറിന്റെ പൈസ ഫ്രീസ് ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ പൈസ ബാങ്കിൽ ഇടാതിരിക്കാനുള്ള പുതിയൊരു ടൂളാണ് എന്ത്? ഷുവർട്ടി ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഷുവർട്ടി ബോണ്ടിലേക്ക് വരാം.
ഷുവർട്ടി ബോണ്ടിൽ 3 പാർട്ടികൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? 1, 2, 3 പാർട്ടികളുണ്ട്. പാർട്ടി 1, ദാറ്റ് പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനി, ഒരു ഇൻഷുറൻസ് കമ്പനി. പാർട്ടി 2, പ്രൈവറ്റ് എൻറ്റിറ്റി, പി പി പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനി. പാർട്ടി 3, ഗവൺമെന്റ്. ഷുവർട്ടി ബോണ്ട് എന്ന് പറയുന്നത് ഒരു ലീഗൽ അഗ്രിമെന്റ്. എന്താണ് ആ ലീഗൽ അഗ്രിമെന്റിന്റെ പ്രത്യേകത നോക്കിയേ. P2 P3ക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. P2 P3ക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ P2 P3ക്ക് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് P1 എന്ത് ചെയ്യാണ്? ഇൻഷുറൻസ് കൊടുക്കുകയാണ്. എന്താണ് ആ ഇൻഷുറൻസ്? P1 കൊടുക്കുന്ന ഇൻഷുറൻസ്, ഏതേലും കാരണവശാൽ P2 ക്രിയേറ്റ് ചെയ്ത ഈ ഇൻഫ്രാസ്ട്രക്ചർ മോശമാണെങ്കിൽ ആ പൈസ ഞങ്ങൾ ആർക്ക് തരാം? ഗവൺമെന്റിന് തരാം. ആ പൈസ ഞങ്ങൾ ആർക്ക് തരാം? ഗവൺമെന്റിന് തരാം. അപ്പൊ P2 ഇപ്പൊ എന്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടി? ബാങ്കിൽ കുറച്ച് പൈസ കീപ്പ് ചെയ്യുന്നത് ഒഴിവാക്കി കിട്ടി. ഗവൺമെന്റ് കൊടുക്കുന്ന ഫുൾ പേയ്മെന്റ് P2ന് എടുത്ത് ഉപയോഗിക്കാം. ഇൻ കേസ് ഇൻഫ്രാസ്ട്രക്ചർ മോശമാണെങ്കിൽ ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഗവൺമെന്റിന് ആ ഇൻഷുറൻസ് ആര് കൊടുക്കും? ഇൻഷുറൻസ് കമ്പനി P1 കൊടുക്കും. ഈ ലീഗൽ അഗ്രിമെന്റിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഷുവർട്ടി ബോണ്ട്. പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനി പറയാണ് ഗവൺമെന്റിനോട്, ഇൻ കേസ് പ്രൈവറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വി വിൽ കോമ്പൻസേറ്റ് യു. ദിസ് പർട്ടിക്കുലർ ഡോക്യുമെന്റ് ഈസ് കോൾഡ് ഷുവർട്ടി ബോണ്ട്. ദി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫുൾ എമൗണ്ട് പ്രൈവറ്റ് സെക്ടറിന് കിട്ടും. ദേ ക്യാൻ ഗോ അഹെഡ് വിത്ത് ദെയർ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. ഓക്കെ ആണല്ലോ. ഗവൺമെന്റിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഈ പ്രൈവറ്റ് സെക്ടർ അടച്ചില്ലെങ്കിൽ അത് ആരടച്ചോളും? യൂഷ്വലി പ്രൈവറ്റ് സെക്ടറിനോട് അടയ്ക്കാനാണ് പറയാ. ഇൻ കേസ് അവർ അടച്ചില്ലെങ്കിൽ അത് ആരടയ്ക്കും? ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും. വെറുതെ നല്ല കേട്ടാ. ഈ പ്രൈവറ്റ് സെക്ടർ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് എന്തടച്ചുകൊണ്ടിരിക്കേണ്ടി വരും? ഇൻഷുറൻസ് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കും. അല്ലാതെ വെറുതെ നല്ല ഇൻഷുറൻസ് പ്രീമിയം, ഒരു യൂഷ്വൽ ഇൻഷുറൻസിന്റെ മെക്കാനിസം. പക്ഷെ ഈ ആശയം നല്ലൊരു ആശയമല്ലേ? ആ 10 കോടി പൈസ വെറുതെ ഫ്രീസ് ആയിട്ട് ഇരിക്കും ഒരു 5-10 കൊല്ലത്തേക്ക്? ഇല്ലല്ലോ. ആ 5 കോടി അല്ലെങ്കിൽ 10 കോടി കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ യൂഷ്വലി എന്താണ് സംഭവിക്കുക? അടുത്തൊരു 100 കോടിയുടെ പ്രൊജക്ട് ആ പ്രൈവറ്റ് കമ്പനി കൊണ്ടുവരികയാണെങ്കിൽ ഈ 10 കോടി ഫ്രീസ് ആണെങ്കിൽ അവർ പുതിയ ലോൺ എടുക്കും. വീണ്ടും NPS ക്രിയേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നം ഈ പുതിയ ഷുവർട്ടി ബോണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയയിലൂടെ അഡ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? ഷുവർട്ടി ബോണ്ട് ആണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണെങ്കിൽ ആരായിരിക്കും റെഗുലേറ്റ് ചെയ്യുക? RBI ആണോ? അല്ല. വി ഹാവ് എ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓർത്തിരിക്കണം കേട്ടോ, തെറ്റിക്കരുത്. സെബിയും അല്ല, RBIയും അല്ല. സെബിയും അല്ല, RBIയും അല്ല. ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് റെഗുലേറ്റർ ഉള്ളത്. ഇപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇത് പഠിപ്പിച്ചെന്ന് വിചാരിച്ച് തെറ്റിക്കരുത്. ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഷുറൻസ് റെഗുലേറ്റഡ് ബൈ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ അല്ലേ? ഇൻഷുറൻസ് സെക്ടർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് NBFC. RBI റെഗുലേറ്റ് ചെയ്യാത്ത NBFCക്ക് എക്സാമ്പിൾ ആണ് ഇൻഷുറൻസ് സെക്ടർ. ഓക്കെ, ഇത് വെരി റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സോ 2022 ഡിസംബറിൽ, അപ്പൊ ഒരു വർഷത്തെയൊക്കെയാണ് കറന്റ് അഫെയറിൽ വരുന്ന കാര്യമാണ്. അപ്പൊ മേ ബി നമുക്ക് പ്രിലിമിനറിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. നൗ വി ആർ മൂവിങ് ടു അവർ റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമുക്ക് എന്തായാലും ഈ ചാപ്റ്റർ ഇന്ന് തീരും. അടുത്ത ചാപ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങും കേട്ടോ. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സെബിയെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് പോസ്റ്റ് LPG റിഫോംസിന് ശേഷമാണ്. LPG റിഫോംസിന് ശേഷം ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് ഫോറിൻ ഫണ്ടിങ് എല്ലാം വരാൻ വേണ്ടി തുടങ്ങി. അണ്ടർ LPG ഗ്ലോബലൈസേഷൻ ഈസ് എൻ ഇമ്പോർട്ടന്റ് റിഫോം. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഫ്രീ ഫ്ലോ ഓഫ് മണി, ക്യാപിറ്റൽ, ലേബർ, ടെക്നോളജി അല്ലെ? ഇത്തരത്തിൽ ഒരുപാട് ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ഫോറിൻ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് സെബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോം ചെയ്തിട്ടുള്ളത്. സോ സെബി ഈസ് കൺസിഡേർഡ് ആസ് ദി വാച്ച് ഡോഗ് ഓഫ് ഓൾ ദി ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ഇപ്പൊ എന്തൊക്കെയാണ് സെബി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? ദി ഫങ്ഷൻസ് ഓഫ് സെബി ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3. വാട്ട് ആർ ദേ? പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, റെഗുലേറ്ററി ഫംഗ്ഷൻ ആൻഡ്
development function. SEBI used to carry out 3 kinds of operation. One is protective function, second one regulatory function, third one development function. നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കുറെ വാക്കുകൾ കേൾക്കൂട്ടോ, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം, നിങ്ങൾ അത് എന്താന്ന് മാത്രം അറിഞ്ഞാൽ മതി. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി ആരെയാണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? RBI ആണെങ്കിൽ നിങ്ങളെ പോലെയുള്ള ഡെപ്പോസിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യും, സെബി ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. RBI ആണെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യും, സെബി ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ചില ആക്ടിവിറ്റീസ് സെബി കൺട്രോൾ ചെയ്യണം. എന്തെല്ലാം ആക്ടിവിറ്റീസ്? ഫസ്റ്റ് വൺ, പ്രൈസ് റിഗ്ഗിങ് ആൻഡ് പ്രൈസ് ഫിക്സിങ്. എന്താന്ന് പറഞ്ഞുതരാം. ഒരു കമ്പനിയുടെ ആക്ച്വലി ഈ ഒരു പ്രശ്നമാണ് ഇവിടെ നടന്നിട്ടുള്ള അദാനിയുടെ കേസിൽ സംഭവിച്ചിട്ടുള്ള. ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സെല്ലർ അദാനി അവരുടെ പ്രൈസ് അല്ലെങ്കിൽ ഷെയറിന്റെ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് പറയുന്ന ഒരു അക്യൂസേഷൻ ഉണ്ട്. അക്യൂസേഷന് നടത്തിയ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് റിഗ്ഗിങ് അല്ലെങ്കിൽ പ്രൈസ് ഫിക്സിങ്. വെറുതെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു, അദാനി ഒരു ഷെൽ കമ്പനി വാങ്ങാണ്. എവിടെ? ഇന്ത്യക്ക് പുറത്ത് ഒരു ഷെൽ കമ്പനി വാങ്ങിയിട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആ ഷെൽ കമ്പനിയിലൂടെ എന്ത് ചെയ്യാണ്? ഇന്ത്യയിലുള്ള അദാനിയുടെ ഷെയറുകൾ മുഴുവൻ വാങ്ങി. മാർക്കറ്റിൽ ഏതൊക്കെ അദാനിയുടെ ഷെയർ ഉണ്ടോ അതൊക്കെ വാങ്ങി. അപ്പൊ അത് മാർക്കറ്റിന് എന്താ സിഗ്നൽ കൊടുക്കുന്നത്? അദാനിയുടെ ഷെയറുകൾ നല്ല ഡിമാൻഡ് ഉണ്ട് എന്നുള്ള ഒരു സിഗ്നലാണ് കൊടുക്കുന്നത്. കറക്റ്റ് ആണോ? ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ കുറെ ആളുകൾ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ മാർക്കറ്റിൽ സിഗ്നൽ? എന്താ? ദാറ്റ് പർട്ടിക്കുലർ കമ്പനി ഈസ് എക്സ്പെക്ടിങ് ഗ്രോത്ത്. ഇപ്പൊ നിങ്ങളെ പോലെയുള്ള പാവങ്ങൾ എന്ത് ചെയ്യും? ആ കമ്പനി നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, അപ്പൊ അവര് ഷെയർ വാങ്ങിയാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. അപ്പൊ ആ ഒരു മാർക്കറ്റ് സിഗ്നൽ കൊടുക്കും, അദാനി ഈസ് ഗെറ്റിംഗ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുക്കും. അതിനുശേഷം ആ ഷെൽ കമ്പനി നൈസായിട്ട് ആ ഷെയർ വിറ്റ് ചെയ്യാൻ എന്താ ഉണ്ടാവുക? ഓൾറെഡി 50 രൂപയ്ക്കാണ് ഒരു ഷെയർ വാങ്ങിയിട്ടുള്ളതെങ്കിൽ 60 65 ഹയർ പ്രൈസിൽ സെല് ചെയ്യാൻ പറ്റും. അദാനിക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും, അവരുടെ ഷെയറിന്റെ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാനും പറ്റും. ഇപ്പൊ യൂഷ്വലി ഒരു ഷെയറിന് 50 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് അവർക്ക് 60 65 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഇൻകം അല്ലേ ഇവിടെ ചെയ്യുന്നത്? നിങ്ങളെ കസ്റ്റമേഴ്സിനെ മണ്ടന്മാരാക്കലല്ലേ? ആക്ച്വലി ആ ഡിമാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡ് ആണോ? അല്ലല്ലോ. ആ ഡിമാൻഡ് എങ്ങനെ ഉണ്ടായതാണ്? കസ്റ്റമേഴ്സിനെ അവിടെ ചീറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിമാൻഡാണ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സെബി വിൽ ട്രൈ ടു കൺട്രോൾ ദിസ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നു. ഇതൊന്നും നടക്കുന്നില്ല എന്നാണ് അടുത്ത ന്യൂസ് വന്നത്. സെബിയുടെ മെമ്പർ ഉള്ളിൽ നിന്ന് ഇൻഫർമേഷൻ. ആ ന്യൂസ് നിങ്ങൾ വായിച്ചിരുന്നോ? സെബിയിലെ മെമ്പർ സിംഗപ്പൂരിലെ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ആ കമ്പനി എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കും? ഇൻവെസ്റ്റ്മെന്റ് ഉപദേശം കൊടുക്കും. എന്തായിരിക്കും ആ ഇൻവെസ്റ്റ്മെന്റ് ഉപദേശം? ഇന്ത്യയിലെ ഏതെല്ലാം കമ്പനികൾ ഭാവിയിൽ നാളെ മാർക്കറ്റ് പ്രൈസ് കൂടും, ഏതെല്ലാം കമ്പനികൾ നഷ്ടം ഉണ്ടാവും, അങ്ങനെ ഒരു ഉപദേശം കൊടുത്ത് എന്താ ഉണ്ടാവുക? ലാഭം ഉണ്ടാവാൻ പോകുന്ന കമ്പനികളുടെ ഷെയർ അവർ വാങ്ങും, നഷ്ടം ഉണ്ടാവാൻ പോകുന്ന കമ്പനികളുടെ ഷെയർ ഓൾറെഡി വിൽക്കും. അവർക്ക് എന്തുണ്ടാക്കാം? നിങ്ങളെ പോലുള്ള കസ്റ്റമറിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നതിനേക്കാളും മുന്നേ പുറത്തുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻ എത്തും, വിച്ച് ഈസ് കോൾഡ് ഇൻസൈഡർ ട്രേഡിംഗ്. സെബിയുടെ മെമ്പർ ചെയ്ത ആ പ്രോസസ്സാണ് ഇൻസൈഡർ ട്രേഡിംഗ്. അദാനി ഷെൽ കമ്പനി വെച്ച് ചെയ്തതാണ് പ്രൈസ് റിഗ്ഗിങ് അല്ലെങ്കിൽ പ്രൈസ് ഫിക്സിങ്. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? പേരുകൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാട്ടോ. ഉള്ളിലുള്ള സെബിയിലെ ഒരു മെമ്പർ ഏത് കമ്പനിയാണ് ലാഭത്തിൽ പോവുക, ഏത് കമ്പനിയാണ് നഷ്ടത്തിൽ പോവുക എന്നുള്ള ഇൻഫർമേഷൻ എല്ലാ ജനങ്ങളിലേക്കും ന്യൂസ് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് മര്യാദ ഉണ്ട്. കാരണം ദാറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ടു ഓൾ. പക്ഷെ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ? വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കമ്മീഷൻ വാങ്ങിയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്, വിച്ച് ഈസ് കോൾഡ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് വേറൊരു തരത്തിലായിക്കോട്ടെ. ഒരു കമ്പനി നല്ല ഗ്രോത്ത് ഉള്ള കമ്പനി, ആ കമ്പനിയുടെ ഷെയറുകളൊക്കെ ആളുകൾ വാങ്ങുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ ഉള്ളിലുള്ള ഒരു എംപ്ലോയിക്ക് അറിയാം കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്നത് കംപ്ലീറ്റ് ഉഡായിപ്പാണ്. ഉദാഹരണം, ബൈജൂസിലൊരു എംപ്ലോയിക്ക് അറിയാം കമ്പനിക്ക് ഉള്ളിൽ നടക്കുന്നതൊക്കെ ഉഡായിപ്പാണ്, അടുത്ത അക്കൗണ്ടിങ്ങിൽ അവർ പെടുന്ന അറിയാം.
അപ്പൊ അടുത്ത അക്കൗണ്ടിങ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നതിന് എന്താ, കമ്പനി നഷ്ടത്തിലാണെന്നുള്ള ഡേറ്റ പബ്ലിക്കിലേക്ക് എത്തും. പബ്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ, ഓൾറെഡി ബൈജൂസിന്റെ ഷെയർ വാങ്ങിയ നിങ്ങളുടെ എല്ലാവരും കാശ് കയ്യിൽ നിന്ന് പോകും അല്ലെ. അപ്പൊ ആ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി ആ ഡേറ്റ പുറത്ത് വളരെ കുറച്ച് ആളുകളിലേക്ക് കാശ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഓൾറെഡി നിങ്ങളത് ആ ഷെയർ വിൽക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തേ കുറയുള്ളൂ, ലാഭത്തിൽ നിന്ന് കുറച്ചേ കുറയുള്ളൂ, എന്തുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല, വിച്ച് ഈസ് കോൾഡ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി സെബി ഒരുപാട് മെഷേഴ്സ് എടുക്കും. ഓക്കെ അല്ലെ, എടുക്കുമായിരിക്കും അല്ലെ. നെക്സ്റ്റ് വൺ, പ്രൊമോട്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും 100% എന്തല്ല, സക്സസ്ഫുൾ ഒന്നും അല്ല. അതിന് കാരണം ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് ദി പ്രോബ്ലം ഓഫ് പീപ്പിൾ ഹു ആർ ഇൻസൈഡ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലുള്ള ആളുകളാണ് പ്രശ്നം. സെബി ഒക്കെ ഐഡിയലി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, RBI നല്ലതാണ്, എല്ലാം നല്ലതാണ്. ആരാണ് അതിലുള്ള ആളുകൾ, അവരാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ അല്ല. ക്രിയേറ്റ് അവയർനെസ് എമംഗ് ഇൻവെസ്റ്റേഴ്സ്. സെബി ഒരുപാട് തരത്തിലുള്ള ന്യൂസ് ബുള്ളറ്റിൻസ് പുറപ്പെടുവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ പോലെയുള്ള ചെറിയ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ചെയ്യാൻ എന്നതിനെ കുറിച്ച് സെബി ഒരുപാട് ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് പീപ്പിൾ, പ്രൊഹിബിറ്റ് അൺഫെയർ ട്രേഡ് അല്ലെങ്കിൽ ഫ്രോഡുലന്റ്, ജനറൽ പോയിന്റ്സ് കേട്ടോ. So these are the protective function. Let's move to second one. Regulatory function. റെഗുലേറ്ററി എന്ന് പറയുമ്പോൾ ജനറലി എന്തായിരിക്കും, പല കമ്പനികൾക്കുള്ള രജിസ്ട്രേഷൻസ് കൊടുക്കുക, AMC മ്യൂച്വൽ ഫണ്ട് ഇവർക്കൊക്കെയുള്ള റെക്കഗ്നീഷൻസ് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയുക, റെഗുലേറ്ററി ഫങ്ഷൻ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അവിടെ സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. റീസെന്റ് ഡേയ്സിൽ ഈ ബ്രോക്കർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുറവാ. പണ്ട് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നേരിട്ട് സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി പറ്റിയിരുന്നില്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് നേരിട്ട് കമ്പനികളുടെ ഷെയർ വാങ്ങാൻ പറ്റില്ല. അവരവരുടെ പൈസ ഒരു ഷെയർ ബ്രോക്കറെ ഏൽപ്പിക്കും. ആ ഷെയർ ബ്രോക്കർ അവർക്ക് വേണ്ടി ആ ഷെയർ വാങ്ങും, വിൽക്കും, പ്രോഫിറ്റ് നമുക്ക് തരും. ഓക്കെ അല്ലേ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കാം നടന്നിട്ടുള്ളത്, ഹർഷാദ് മെഹ്ത്ത സ്കാം എന്ന് പറയുന്നത്. അതിന്റെ ഒരു വെബ് സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഫ്രീ ആകുമ്പോൾ കാണാം, ഇൻട്രസ്റ്റിംഗ് ആണ്. ഹർഷാദ് മെഹ്ത്ത ചെയ്യേണ്ടത്, നിങ്ങൾ പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ഷെയർ വിൽക്കണമെന്ന്, അയാൾ അത് ഒരു ദിവസം കൂടി ഹോൾഡ് ചെയ്തിട്ട് വിൽക്കും. ഇപ്പൊ ഒരു ദിവസം ഒരാളുടെ കാശല്ല, ഒരുപാട് ആൾക്കാരെ കാശ് പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടാവും. കോടികളുടെ രൂപയാണ് പുള്ളി കയ്യിൽ വെച്ച് അത് ഉപയോഗിച്ച് പല കമ്പനികളുടെയും ഷെയർ വാല്യൂ പുള്ളി മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഹർഷാദ് മെഹ്ത്ത സ്കാം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇത്തരത്തിലുള്ള ഷെയർ ബ്രോക്കേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുക, അതേപോലെ പല കമ്പനികളുടെ ടേക്ക് ഓവർ അല്ലെങ്കിൽ മെർജർ, ഇതിനുള്ള ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് സെബിയാണ്. നമ്മളിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ സ്റ്റോക്ക് വാങ്ങാന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് അല്ലേ. ഇപ്പൊ ഈ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒരു 50-60% ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാന്ന് പറഞ്ഞാൽ ദേ ബിക്കം ദെയർ ഓണർ. കറക്റ്റ് അല്ലേ. ആ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടാണ് അവർ മാറുക. അപ്പൊ പല കമ്പനികളുടെ മെർജിങ്, എക്സാമ്പിൾ ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയെ ആര് വാങ്ങിയിട്ടുണ്ടായിരുന്നു, റിലയൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിനെ ആര് വാങ്ങി, വാൾമാർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ടേക്ക് ഓവറിന് അപ്രൂവൽ കൊടുക്കുന്നത് സെബി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഓക്കെ അല്ലെ. അതുപോലെ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിന് ആര് വാങ്ങി, ഫേസ്ബുക്ക് കളക്ട് ചെയ്തു അല്ലെ. ഇത്തരത്തിലുള്ള പർച്ചേസ് നടക്കുമ്പോൾ അവിടെ പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്ന് നോക്കും. പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ കമ്പനീനെ വലിയ കമ്പനി ആദ്യം എന്ത് ചെയ്യും, ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കും. ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവുക, ആ ചെറിയ കമ്പനിയുടെ വാല്യൂ കുറയും. അവസാനം ഒരു രക്ഷയില്ലാതെ കമ്പനി ആ വലിയ കമ്പനിക്ക് സെല് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും, വിച്ച് ഈസ് പ്രിഡേറ്ററി സെല്ലിംഗ്. അത്തരത്തിലുള്ള സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നതും ആരുടെ ഫംഗ്ഷനാണ്, സെബിയുടെ റെഗുലേറ്ററി ഫംഗ്ഷനാണ്. ഇതൊക്കെയാണ് ഒരു ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നില്ല, എന്തൊക്കെ ഈ ഫംഗ്ഷൻസ് ഉള്ളതെന്ന് നിങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ. ഡെവലപ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാർട്ടിംഗ് ട്രെയിൻ ടു ഇന്റർമീഡിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഇതേപോലെയുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നതിൽ സെബി ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്.
പ്രൊമോഷൻ ഓഫ് ഫെയർ ട്രേഡിംഗ് ആൻഡ് റിഡക്ഷൻ ഓഫ് മാൽ പ്രാക്ടീസസ്, കറപ്ഷൻ കുറയ്ക്കുക, ക്യാരി ഔട്ട് റിസർച്ച് വർക്ക്. റിസർച്ച് വർക്കിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സെബി എന്ത് ചെയ്യും? ഓൾ ഓവർ ദി വേൾഡ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് എപ്പോഴും സ്റ്റഡി ചെയ്യാറുണ്ട്. ഓൾ ഓവർ ദി മാർക്കറ്റ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് സെബി സ്റ്റഡി ചെയ്യും. ഗ്ലോബലി എന്തെങ്കിലും ബെറ്റർ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ ആ ബെറ്റർ പ്രാക്ടീസസ് ഇന്ത്യയിലേക്ക് എടുക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഏർലിയർ വി വർ യൂസ്ഡ് ടു ഫോളോ എ സിസ്റ്റം കോൾഡ് T+2, then we moved to T+1, now we are following T+0. എന്താന്ന് പറയാം കേട്ടോ. T+2 എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ഷെയർ വാങ്ങി അല്ലെങ്കിൽ വിറ്റു. നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങി അല്ലെങ്കിൽ വിറ്റു. അപ്പൊ നിങ്ങൾ ഷെയർ വാങ്ങുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് പൈസ കൊടുക്കുന്നു, ഷെയർ വിൽക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾ നിങ്ങൾക്ക് പൈസ തരുന്നു. കറക്റ്റ് അല്ലേ? നിങ്ങൾ ഷെയർ വാങ്ങിയാലും വിറ്റാലും T+2 സെറ്റിൽമെന്റ് പ്രകാരം ആ ഷെയർ നിങ്ങളുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുക ആഫ്റ്റർ 2 days ആയിരിക്കും. നിങ്ങളൊരു ഷെയർ വാങ്ങി നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷെയർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് 2 ദിവസം കഴിഞ്ഞാലായിരിക്കും. നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? പൈസ കിട്ടി. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഷെയർ പോകുന്നത് 2 ദിവസം കഴിഞ്ഞാലായിരിക്കും. ഈ സെറ്റിൽമെന്റിനെ വിളിച്ചിരുന്ന പേരാണ് T+2. ദെൻ T+1 എന്ന് പറയുന്ന ഒരു റിഫോമിലേക്ക് ഷെയർ വാങ്ങിയാലും വിറ്റാലും അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ കാലാവധി 1 ദിവസമായിട്ട് കുറച്ചു. അപ്പൊ 1 ദിവസമായിട്ട് കുറയ്ക്കുമ്പോൾ കുറച്ചും കൂടി ട്രാൻസ്പാരൻസി അവിടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. വെരി റീസെന്റ് വി ആർ ഫോളോയിങ് T+0. നമ്മളൊരു ഷെയർ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ സെയിം ഡേ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുന്ന സെറ്റിൽമെന്റ് മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് T+0 മെക്കാനിസം. ഓക്കെ അല്ലേ? ആൻഡ് ദേ ആർ എൻകറേജിങ് സെൽഫ് റെഗുലേറ്റിംഗ് ഓർഗനൈസേഷൻ. സെൽഫ് റെഗുലേറ്റിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള AMCs, മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും AMCs ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് അവർക്ക് സ്വന്തമായ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമായിരിക്കും അവർ വർക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള സെൽഫ് റെഗുലേഷൻസ് സെബി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവര് സെൽഫ് റെഗുലേഷൻസ് ഇൻവാലിഡ് അല്ലെങ്കിൽ കറപ്റ്റഡ് വേ ആവുമ്പോഴാണ് അവിടേക്ക് ആര് വന്ന് ഇടപെടുക? സെബി വന്ന് ഇന്റർവീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെബിയുടെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. സെബിയുടെ മെമ്പേഴ്സ് എവിടെ നിന്നൊക്കെയാണ്? നമ്മൾ MPCയിലെ മെമ്പേഴ്സ് ഡിസ്കസ് ചെയ്തതിനോട് സിമിലർ ആയിട്ട് സെബിയിലെ ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാണ് റെപ്രസെന്റേഷൻ ഉള്ളത്? ജസ്റ്റ് ഒന്ന് വായിച്ച്. സെബി കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ വിച്ച് ഈസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ദി ചെയർമാൻ ഓഫ് സെബി ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ്. നമ്മൾ സ്ഥിരം കണ്ട് ശീലത്തിന്റെ പുറത്ത് നമ്മൾ അത് എന്താന്ന് പറയും? ശരിയാന്ന് പറയും അല്ലെ? കാരണം സെബി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. സെബി എന്താ? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മോസ്റ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണെങ്കിലാണ് അതിന്റെ ഹെഡിനെ അല്ലെങ്കിൽ അതിലെ മെമ്പേഴ്സിനെ ആര് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ തെറ്റിക്കരുത് കേട്ടോ. സെബിയിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ഒരു വിങ് ഉണ്ട്, അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി. ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നുണ്ട്. അവരാണ് അപ്പോയിന്റ് ചെയ്യുക. സെക്കൻഡ് വൺ, 2 members are from യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി. നമ്പർ ഒന്നും പഠിക്കണ്ട കേട്ടോ. ആ റെപ്രസെന്റേഷൻ എവിടെ നിന്നൊക്കെ ഉണ്ട് എന്നറിയാം. 1 member ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കാരണം ഫൈനാൻഷ്യൽ മെക്കാനിസത്തിൽ ഇവരെല്ലാവരും ഇൻവോൾവ്ഡ് ആണ്. RBI ഇൻവോൾവ്ഡ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഇൻവോൾവ്ഡ് ആണ്, സ്പെസിഫിക്കലി ആണെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി ഇൻവോൾവ്ഡ് ആണ്. ആൻഡ് 5 members ആർ അപ്പോയിന്റഡ് ബൈ യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതാണ് സെബിയുടെ ഓർഗനൈസേഷണൽ മെക്കാനിസം അല്ലെങ്കിൽ സെബിയുടെ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് അടുത്ത ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹൗ ഈസ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് ഡിഫറെന്റ് ഫ്രം യൂണിയൻ. സെൻട്രൽ ഗവൺമെന്റും ക്യാബിനറ്റ് കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മിനിസ്റ്റേഴ്സിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഗവൺമെന്റ്. അതിൽ വളരെ കുറച്ച് മിനിസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അതൊക്കെ പോളിറ്റിയിൽ വരും. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ഇമ്പോർട്ടന്റ് പോർട്ട്ഫോളിയോസ്, ഹോം, ഡിഫൻസ്,
ഫൈനാൻസ്, ഇതേപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർട്ട്ഫോളിയോ ഡീൽ ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് ആണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഇല്ല, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് തന്നെ പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് കോൾഡ് ക്യാബിനറ്റ് കമ്മിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ഡിസ്കഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാബിനറ്റ് കമ്മിറ്റി. അതിൽ 8 ക്യാബിനറ്റ് കമ്മിറ്റിയാണ് ഇന്ത്യയിലുള്ള. അതിലൊരു ക്യാബിനറ്റ് കമ്മിറ്റിയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് ആൻഡ് ഗ്രോത്ത് ഉണ്ട്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, അങ്ങനെ പല ക്യാബിനറ്റ് കമ്മിറ്റീസ് ഉണ്ട്. ഓക്കെ അല്ലേ സാർ? അപ്പോൾ സെബിയിൽ ഒരു 6 മെമ്പേഴ്സിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? അത് നമ്പർ പ്രകാരം കറക്റ്റ് ആണല്ലോ. ഇതിൽ എന്താ എത്ര ചോദിക്കാനുള്ള? ഒരു ചെയർമാനും 5 മെമ്പറും. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും യൂണിയൻ ഗവൺമെന്റ് എന്ന് എഴുതിയപ്പോൾ രണ്ടും ഒരേ കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. യൂണിയൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ കാര്യമാണ് കേട്ടോ. വേറെ വേറെ കൺസെപ്റ്റ് അല്ല. എവറിത്തിങ് ഈസ് സെയിം. പല നോമൻക്ലേച്ചർ ഉപയോഗിക്കുന്നുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്, അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാം സെയിം ആണ്, എല്ലാം ഒരേ കാര്യമാണ്. എന്താ മോളെ ചോദിക്കണ്ടായിരുന്നേ? എന്താ കേട്ടില്ല? കോൾ മണിയില് ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഒരു ബാങ്ക് വേറൊരു ബാങ്കിന് ലെൻഡ് ചെയ്യുന്നത് കോൾ മണി. 2 തൊട്ട് 14 ദിവസത്തേക്ക് ഒരു ബാങ്ക് വേറൊരു ബാങ്കിന് ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് മണി. വിത്തൗട്ട് കൊളാട്രൽ ആണ്. കൊളാട്രൽ ആണെങ്കിൽ അവർക്ക് ആരെ പോയാൽ മതി? RBIയുടെ അടുത്ത് പോയാൽ പോരെ. വിത്തൗട്ട് കൊളാട്രൽ ആണ് കേട്ടോ അത്. ഓ, പ്രോമിസറി അല്ല, ഈ ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ നമ്മുടെ കൂട്ടുകാരന് എന്തേന്ന് കടെടുക്കുന്നത് വീട് എഴുതി കൊടുത്തിട്ടല്ലല്ലോ. ആ ബാങ്കുകൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും ജനറലി. ഒരു മിനിറ്റ് മോളെ, ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഒരു സെക്കൻഡ്. പെട്ടെന്ന് നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കുക. അപ്പോ നമ്മൾ കൊളാട്രൽ കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ഒബ്വിയസ്ലി എന്ത് കൂടുതലായിരിക്കും? ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും വാങ്ങുകയും വിൽക്കുന്നതും. കൊളാട്രൽ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ആരെ അപ്രോച്ച് ചെയ്താൽ മതി പ്രോസസ്സിൽ? RBIനെ അപ്രോച്ച് ചെയ്താൽ മതി. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കയ്യിൽ കൊളാട്രൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ പണിക്ക് പോകുന്നത്. നമ്മുടെ SLRന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടാ? 18% വെക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഇല്ല. 17 ആവുമ്പോഴാണ് നമ്മൾ ഈ പണിക്ക് പോകുന്നത്. ഇനി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കൊളാട്രൽ ഇല്ല. വേറൊരു ഇപ്പൊ കൊളാട്രൽ എടുത്ത് ഇപ്പൊ ഞാൻ ആ ബാങ്കിന് കൊടുത്ത നാളെ RBI ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കൊളാട്രൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ കൊളാട്രൽ ഇല്ലാത്ത സിറ്റുവേഷനിലാണ് യൂഷ്വലി നമ്മൾ ഈ ടൂള് ഉപയോഗിക്കുക. ഓക്കെ ആണോ? പറ്റിക്കഴിഞ്ഞാൽ പെട്ടു, അത്രേ ഉള്ളൂ. അത് പെട്ടു, പോയത് പോയി. അത് അത്രയും. കൂട്ടുകാരൻ തന്നില്ലെങ്കിൽ അവന് കൊല്ലാൻ പറ്റില്ലല്ലോ, ചോദിക്കാനല്ലേ പറ്റുള്ളൂ. ഇതേ ഐഡിയ തന്നെ മോളെ. നമുക്ക് ഈ ബാങ്കുകളൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും, നമുക്ക് പരിചയം ഉണ്ടാവും. കൊടുത്താൽ കിട്ടുന്ന ഉറപ്പുള്ളവർക്കേ ഞാൻ കൊടുക്കുള്ളൂ. അതാണ് ഇതിന്റെ കുറെയൊക്കെ ഇത് വർക്ക് ചെയ്യുന്നത്. കൊളാട്രൽ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് NDAയിൽ വർക്കിംഗ് ഓൺ ട്രസ്റ്റ്. ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കാര്യം. ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടി ചോദിക്ക്, ഓൺലൈനിൽ ഇരിക്കുന്ന ആളെ ചോദിക്ക്. ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിന് കടം കൊടുത്തിട്ട് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് NPAയുടെ കീഴിൽ വരുമോ? അതും NPA ഒന്നും വരില്ല മോളെ. അത് NPA ഒന്നും വരില്ല. കോൾ മണി അതേപോലെയുള്ള നോട്ടീസ് മണി ഒന്നും NPAയിൽ വരില്ല. NPAയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ പ്രിൻസിപ്പൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കാലാവധി ഇല്ലേ? 3 മാസത്തെ ഒരു കാലാവധി കഴിഞ്ഞാലാണ് NPA. ഈ കോൾ മണിയിൽ മിക്കവാറും വെരി ഷോർട്ട് അല്ലേ? കോൾ മണി ആണെങ്കിലും നോട്ടീസ് മണി ആണെങ്കിലും ഷോർട്ട് പീരീഡ് ആണ്. അത് NPAയുടെ കാറ്റഗറൈസേഷനിലൊന്നും വരില്ല. പക്ഷെ അത് ബാങ്കിന്റെ ഒരു അസറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യും. അതിന് NPA ആയിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് ജസ്റ്റ് നമുക്ക് 1-2 കാര്യങ്ങൾ പറയാം. 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഞാൻ 2 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, നമ്മൾ കറൻസി റിസർവിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ കൊണ്ടുവരും. കറൻസി റിസ്ക് നമ്മൾ ഈ എൻറ്റയർ കാര്യങ്ങളിൽ പറയുന്നുണ്ട്. ഡോളർ ഇന്ത്യയിലേക്ക് വരാം, ഡോളർ ഇന്ത്യക്ക് പുറത്തേക്ക് പോവാം. ഡോളർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനെ റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഡോളർ ഇന്ത്യക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ആ റുപ്പീനെ പിടിച്ച് ഡോളറാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കും. അതിനോടൊപ്പം തന്നെ ഈ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട 1-2 ആശയങ്ങളാണ് റിവാലുവേഷൻ, ഡിവാലുവേഷൻ, അതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ, അപ്രിസിയേഷൻ. ഇതെല്ലാം എങ്ങനെയാണ് ഇൻഫ്ലേഷൻ, ഗ്രോത്ത്, അങ്ങനെ പല ടൈമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. Then we will move to the most important part of our chapter, which is called
ബാലൻസ് ഓഫ് പേയ്മെന്റ്, വിച്ച് ഈസ് കോൾഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് കറന്റ് അക്കൗണ്ട്, വേറൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തും നമ്മുടെ ചാപ്റ്റർ തീരും. കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. മാക്സിമം അടുത്തൊരു സിംഗിൾ ക്ലാസ്സിൽ നമ്മൾ ഇത് തീരും. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഒരു വേൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ നമ്മൾ അഗ്രികൾച്ചർ. ഇത്ര എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിലിമിനറിയുടെ ടോപ്പിക്സ് ആൾമോസ്റ്റ് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ എക്കണോമിയുടെ ഒരു 60-65% നമ്മുടെ തീർന്നു. പിന്നെയുള്ളത് മെയിൻസ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കും കൂടി മാത്രമേ ഉള്ളൂ. ഇതിനൊരു ക്ലാസ്, ഈ ചാപ്റ്ററിന് ഒരു ക്ലാസ്, അഗ്രികൾച്ചർ ടൈം എടുക്കും കേട്ടോ. ഒരു 2-2.5 ക്ലാസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ അത് തീരുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് കിടക്കാം. എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വാട്ട് ഈസ് എക്സ്ചേഞ്ച് റേറ്റ്? സിംപ്ലി ഈ കംപ്ലീറ്റ് ഡിസ്കഷനിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു പ്രൊഡക്ഷൻ നടത്തിയ ഇന്ത്യക്കുള്ളിൽ മാത്രമായിരിക്കില്ല സെല് ചെയ്യുക. ദി ഓൾസോ സെൽ ടു അതർ കൺട്രീസ്. കറക്റ്റ് അല്ല? അതേപോലെ ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമല്ല പർച്ചേസ് ചെയ്യുക, ഫോറിൻ കൺട്രീസിൽ നിന്നും പർച്ചേസ് ചെയ്യും. എക്സ്പോർട്ട് ഇമ്പോർട്ട് 2 വാക്കുകൾ വന്നു. ഇനി നിങ്ങൾ ഇന്ത്യക്കുള്ള ഒരാള് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ വിത്തിൻ ഡൊമസ്റ്റിക് മാത്രമല്ല ട്രാവൽ ചെയ്യുക, നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് ട്രാവൽ ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വരാറുണ്ട്. ഈ എൻറ്റയർ ഡിസ്കഷനിൽ എന്താണ്? ഒരു മ്യൂച്വൽ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ഫ്രം ഇന്ത്യ ടു ഔട്ട്വേർഡ്, ഫ്രം ഔട്ട്വേർഡ് ടു ഇന്ത്യ. കറക്റ്റ് അല്ലേ? ഈ എൻറ്റയർ മൂവ്മെന്റ് നടക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് കറൻസി ഈസ് ടു ബി യൂസ്ഡ്. കറക്റ്റ് ആണോ? ഇന്ത്യക്കുള്ളിലാണെങ്കിലാണ് റുപ്പീസ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അമേരിക്കയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ അവിടുത്തെ ഒരു KFC പോയി നമ്മൾ ഒരു ബർഗർ കഴിച്ച് ഇന്ത്യൻ രൂപ വീശിക്കഴിഞ്ഞാൽ അയാൾ അത് എന്താ ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യില്ല. കറക്റ്റ് അല്ലേ? മേ ബി യു ക്യാൻ യൂസ് യുവർ ക്രെഡിറ്റ് കാർഡ്. ഒരിക്കലും ഇന്ത്യൻ രൂപ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവരെന്ത് പറയും? ദേ നീഡ് ഡോളർ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? പ്രോപ്പർലി ഇന്ത്യൻ രൂപേനെ നമ്മൾ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യണം. സിമിലർലി ഒരു US സിറ്റിസൺ ഇന്ത്യയിൽ വന്നു, താജ്മഹലൊക്കെ കാണാൻ വന്നു, ഡൽഹിയിൽ ഒരു മാർക്കറ്റിൽ പോയി. പുള്ളി അവിടെ ചെന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഡോളർ വീശി. അപ്പൊ അവരെന്ത് ചോദിക്കുക? എവിടെ ഗാന്ധി? അല്ലെ? അവർ കണ്ടിട്ടുള്ള കറൻസിയിൽ ആരാണ്? ഗാന്ധിജിയാണ്. ലിങ്കൺ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് വേണം? ആ ഡോളറിനെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്താലാണ് എന്ത് കറൻസി? ഇന്ത്യൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? ഒരു ഇൻവെസ്റ്റ്മെന്റിന് വരാണ്. ആ ഇൻവെസ്റ്റ്മെന്റിന് വരുമ്പോൾ അവരുടെ കയ്യിലുള്ളത് ഡോളർ ആവാം, യൂറോ ആവാം, ജാപ്പനീസ് യെൻ ആവാം, ചൈനീസ് റെൻമിൻബി ആയിരിക്കാം, പല കറൻസീസ് ആയിരിക്കാം. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെന്താക്കി മാറ്റണം? റുപ്പീസ് ആക്കണം. ഇത്തരത്തിലുള്ള കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? വിച്ച് ഈസ് കോൾഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ ആണല്ലോ? ഈ എക്സ്ചേഞ്ച് റേറ്റ് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ കേസിലാണെങ്കിൽ RBI, US-ലാണെങ്കിൽ US ഫെഡ്, ഒരു സെൻട്രൽ ബാങ്ക് ആണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിന് വിളിക്കുന്ന പേരാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ ആണോ? എന്താണ് ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ? ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആണ് കറൻസി റേറ്റ്. ഒരു ഡോളറിന് എത്രയാണ് ഇന്ത്യൻ രൂപ, അതേപോലെ ഒരു പൗണ്ടിന് എത്രയാണ് ഇന്ത്യൻ രൂപ, ഒരു ദിനാറിന് എത്രയാണ് ഇന്ത്യൻ രൂപ. ഈ കൺവേർഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ അത്തരം എക്സ്ചേഞ്ച് റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. സെക്കൻഡ് വൺ, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ദി എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിസൈഡഡ് ബൈ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എക്സ്ചേഞ്ച് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ്. മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മാർക്കറ്റില് ഇന്ത്യൻ റുപ്പിക്ക് ഡിമാൻഡ് ആണോ അല്ലെങ്കിൽ അതിന്റെ സപ്ലൈ ആണോ, എത്രത്തോളം ഇന്ത്യൻ റുപ്പീസിന് ഡിമാൻഡ് ഉണ്ട് ഡോളറിനോട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ മാർക്കറ്റ് ആണ് എൻറ്റയർ എക്സ്ചേഞ്ച് റേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ്. അപ്പൊ അടുത്ത ചോദ്യം വരും, ഇന്ത്യയിൽ ഏത് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്? ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ജനറലി വി ആർ ഫോളോയിങ് ഫ്ലോട്ടിംഗ്. ജനറലി ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് ഫ്ലോട്ടിംഗ് ആണ്. മാർക്കറ്റ് പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ ചില സമയത്ത് അവിടെ RBI ഇടപെടുന്നു എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? എന്താ എക്സാമ്പിള്? മാർക്കറ്റ് സ്റ്റെറിലൈസേഷൻ. കറക്റ്റ് അല്ലേ? എന്തായിരുന്നു മാർക്കറ്റ് സ്റ്റെറിലൈസേഷൻ? OMO അല്ലെങ്കിൽ MSS എന്തായിരുന്നു?
ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് വന്ന എന്തിനുള്ള സാധ്യതയുണ്ട്? ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സമയത്തിൽ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ് ആരിടപെടുള്ളൂ? RBI ഇടപെടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും ഇന്ത്യയിലെ റുപ്പിയുടെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. സോ വി ആർ ഫോളോയിങ് എ ഹൈബ്രിഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ ആണോ? വി ആർ ഫോളോയിങ് ഹൈബ്രിഡ് എക്സ്ചേഞ്ച് റേറ്റ്. 1970 വരെ up to 1970s we were followed fixed exchange rate. Recently we are following hybrid exchange rate. ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, after 1970s or after LPG reforms India is following floating exchange rate. ശരിയാണോ തെറ്റാണോ? തെറ്റ്, ഒരു സംശയം വേണ്ട, തെറ്റ്. നമ്മൾ ഒരിക്കലും ഫ്ലോട്ടിംഗ് അല്ല ഉപയോഗിക്കുന്നത്. ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ എൻറ്റയർ കൺവേർഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ആരാ? മാർക്കറ്റ് ആണ്. ഞാൻ നല്ലൊരു പ്രോസസ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്റ്റെറിലൈസേഷൻ. അത് എന്തിനെ അഗെയിൻസ്റ്റ്? മാർക്കറ്റിനെ അഗെയിൻസ്റ്റ് അല്ലേ? മാർക്കറ്റിലെ സിറ്റുവേഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന RBI ടൂളാണ് എന്ത്? സ്റ്റെറിലൈസേഷൻ. ക്ലിയർ അല്ല? ഇവിടെ നമുക്ക് നിർത്താം നമ്മുടെ ഡിസ്കഷൻ. എക്സ്ചേഞ്ച് റേറ്റ് കണ്ടു, 2 തരം എക്സ്ചേഞ്ച് റേറ്റ് കണ്ടു, ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റ് കണ്ടു. ഈ ഓരോന്നിലും നടക്കുന്ന പ്രോസസ്സ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. തുടങ്ങിക്കഴിഞ്ഞ ഒരു അരമണിക്കൂറോളം എടുക്കും ആ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എടുക്കൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. നിർത്താണ്. താങ്ക് യു.